ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ലാപ്പ് എങ്ങനെയാണ് ഊരുന്നതെന്ന് നോക്കാം. ഇതിപ്പോൾ HP ലാപ്ടോപ്പാണ്. HP ലാപ്ടോപ്പിൻ്റെ കവർ ഊരി അതിൻ്റെ അകം നമ്മൾ കാണാൻ പോവുകയാണ്. ഓക്കെ, ചില ലാപ്ടോപ്പ് ആണെങ്കിൽ കുറച്ച് പോർഷൻസ് ഊരി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഹാർഡ് ഡിസ്ക് റാമോ ഒക്കെ നമുക്ക് മാറ്റി വെക്കാൻ പറ്റും. ഈ ലാപ്ടോപ്പിന് അങ്ങനെ സാധിക്കില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഏതൊരു ലാപ്ടോപ്പും ഊരാൻ നേരത്ത് അല്ലെങ്കിൽ ആ ലാപ്പിൽ പണിയുകയാണെങ്കിൽ നമ്മൾ ആദ്യമേ തന്നെ അതിൻ്റെ ബാറ്ററി ഊരി വെക്കണം. ഓക്കെ, അപ്പോൾ നമ്മളിതിൻ്റെ ബാറ്ററി ഊരി വേണം. ബാറ്ററി ഊരി വെച്ചു. ഓക്കെ, നമുക്ക് വേണ്ടത് ഒരു സ്റ്റാർ ടൈപ്പ് സ്ക്രൂ ഡ്രൈവറാണ്. ഇപ്പം ഇതിനകത്ത് ഓൾമോസ്റ്റ് 12ഓളം സ്ക്രൂസ് ഉണ്ട്. ഓരോന്നും ഞാൻ കാണിക്കുന്നില്ല, ഞാനിപ്പോൾ എല്ലാം തന്നെ ഊരിയേക്കുവാണ്. ഇവിടെ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, പിന്നെ 11. ഇതുപോലെ തന്നെ ഒരെണ്ണം ഇവിടെയും ഉണ്ടായിരുന്നതാണ്, അത് പറഞ്ഞു കൊടുത്തതാണ്. ഓക്കെ, ടോട്ടൽ അങ്ങനെ 12. ഓൾമോസ്റ്റ് എല്ലാ ലാപ്ടോപ്പിലും തന്നെ ഇതുപോലെ രണ്ടെണ്ണം ഹിഡൻ സ്ക്രൂസ് കാണും. HP-യുടെ ഈ മോഡലിൻ്റെ ഇവിടെയായിരുന്നു ഹിഡൻ സ്ക്രൂസ്. ഇങ്ങനെ ഇത് പൊക്കിയാൽ മാത്രമേ നമുക്ക് ആ സ്ക്രൂ ഡ്രൈവർ ഇവിടെ കാണാൻ സാധിക്കുകയുള്ളൂ. ഇതെല്ലാം നമ്മൾ ഊരി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇത്രയും സ്ക്രൂ ഡ്രൈവേഴ്സ് ഞാൻ ഊരി ഓൾമോസ്റ്റ് 12 എണ്ണത്തോളം ഉണ്ട്. ഓക്കെ, ഇതെല്ലാം നമ്മൾ ഊരി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഈ CD ഡ്രൈവ് ഇവിടെ നിന്ന് ഇങ്ങനെ ഊരിയെടുക്കാവുന്നതാണ്. അത് ഊരി മാറ്റുക. ഓക്കെ, എന്നിട്ട് നേരെ വെക്കുക. തുറക്കുക. ഓക്കെ, അപ്പം നമ്മളിതിങ്ങനെ തിരിച്ച് വെച്ചിട്ട് പിന്നെ ഇവിടുന്ന് നമ്മളിങ്ങനെ ഈ സൈഡ് തൊട്ട് നമ്മളിങ്ങനെ പൊക്കിയെടുക്കാൻ നോക്കുക. ഇവിടെ എവിടെയെങ്കിലും ഒരു കുറച്ച് പൊങ്ങി നിൽപ്പുണ്ടെങ്കിൽ അവിടെ നമ്മൾ നോക്കുക. എന്തെങ്കിലും ഒരു ചെറിയ കട്ടി കുറഞ്ഞ് നീളമുള്ള എന്തെങ്കിലും ഒരു ഇത് കിട്ടിയെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അത് പൊക്കിയെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു സ്ലൈഡാണ് ഇവിടെ ജസ്റ്റ് യൂസ് ചെയ്യുന്നത്. അതുപയോഗിച്ച് അതിൻ്റെ ഇടയിൽ കയറ്റി നമുക്ക് പൊക്കി എടുക്കാവുന്നതാണ്. സൈഡുകളിൽ ഇങ്ങനെ പൊക്കുക. അപ്പോൾ നമുക്കിങ്ങനെ പൊക്കിയെടുക്കാവുന്നതാണ്. നമ്മൾ പിന്നെ ഇതിൻ്റെ ഇടയിലോട്ട് കയറ്റുമ്പോൾ ശ്രദ്ധിക്കണം. ഇതിങ്ങനെ കുറച്ച് പൊങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലുള്ള ഉപകരണങ്ങൾ എന്തെങ്കിലും കയറ്റിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ USB അതിൻ്റെയൊക്കെ പോർട്ട് കാണും. ആ പോർട്ടിൻ്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ പൊക്കരുത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് വേണം ഇത് പൊക്കാൻ. സൈഡിൽ നിന്ന് വേണം പൊക്കാൻ. ഇങ്ങനെ ഓൾമോസ്റ്റ് ആയി കഴിയുമ്പോൾ ഇത് അടച്ച് വെക്കുക. അടച്ചിട്ട് തിരിച്ചിട്ട് നമുക്കിങ്ങനെ ഇത് പൊക്കി ഇവിടുന്ന് നമ്മൾ പതുക്കെ കൈകൊണ്ട് ഇങ്ങനെ പൊക്കി ഇതെടുക്കാവുന്നതാണ്. പൊക്കി ഇങ്ങനെ എടുത്ത് ഇത് മാറ്റി വെക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള സംഭവം. ഇങ്ങനെയാണ് നമ്മളിത് ഓപ്പൺ ചെയ്യുന്നത്. ഓക്കെ, ഹാർഡ് ഡിസ്ക്, റാം, ഫാന്, അവിടെയാണ് പ്രൊസസ്സർ ഇരിക്കുന്നത്, ഇത് ബാറ്ററി. ഓക്കെ, ഇനി നമുക്ക് ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു തരാം. ഡിസ്പ്ലേയിൽ നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഡിസ്പ്ലേ വല്ലതും പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ ലാപ്പിനനുസരിച്ച് ഓരോ ലാപ്പിൻ്റെ മോഡൽ അനുസരിച്ചാണ് നമ്മൾ ഡിസ്പ്ലേ മേടിക്കേണ്ടത്. അപ്പോൾ ഒരു മോഡലിന് തന്നെ അത് പല പിന്നുകളുടെ ഡിസ്പ്ലേ കാണും. 30, 40, 50 അങ്ങനെ പല ഓരോ കമ്പനിയുടെ ഒരു മോഡലിന് തന്നെ പലതിൻ്റെ ഡിസ്പ്ലേ കാണും. അപ്പോൾ ഈ പിന്നിങ് മോഡല് പ്ലസ് ഈ പിന്നും കൂടെ അനുസരിച്ച് വേണം നമുക്ക് സിസ്റ്റത്തിൻ്റെ ഡിസ്പ്ലേ മാറണമെന്നുണ്ടെങ്കിൽ മാറാൻ. അപ്പോൾ ഈ ലാപ്ടോപ്പിൻ്റെ ഡിസ്പ്ലേ
എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കുന്നതെന്നൊക്കെ, എത്ര പിന്നിൻ്റെ ആണെന്നുള്ളത്. അപ്പോൾ നമുക്ക് ഈ സൈഡിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും, ഇവിടെ ഒരു വയർ ഇങ്ങനെ അപ്പോൾ ഇവിടെ ഈ വയർ കണ്ടോ. അപ്പോൾ ഈ വയർ മദർ ബോർഡിലോട്ട് പിടിപ്പിച്ചിരിക്കുന്ന ഏരിയ നോക്കിയാണ് നമ്മൾ എത്ര പിന്നിൻ്റെയാണ് ഡിസ്പ്ലേ വേണ്ടതെന്നുള്ളത് തീരുമാനിക്കുന്നത്. ഇപ്പോൾ ഈ ലാപ്ടോപ്പിനെ ഞാൻ പറയുകയാണെങ്കിൽ ഇവിടെയാണ് പിടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ ഈ മദർ ബോർഡിൽ എഴുതിയിട്ടുണ്ടായിരിക്കും എത്ര പിന്നിൻ്റെയാണ് ഡിസ്പ്ലേ എന്ന്. ഇവിടെ 40 പിന്ന് ഇവിടെ 40 എന്ന് എഴുതിയിട്ടുണ്ട്. അതായത് ഇത് 40 പിന്നിൻ്റെ ഡിസ്പ്ലേ ആണ്. സൂം ചെയ്യാൻ പറ്റുന്നില്ല, കിട്ടിയോ? 40 പിന്നിൻ്റെ ഡിസ്പ്ലേ ആണ്, ഇവിടെ 40 എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ലാപ്ടോപ്പിന് ഡിസ്പ്ലേ മാറുകയാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ മോഡൽ നമ്പർ പറയുക, അതുപോലെ തന്നെ ഓക്കെ. അപ്പോൾ നമ്മൾ മോഡൽ നമ്പർ പറയുക, അതുപോലെ തന്നെ ഇത് എത്ര പിന്നിൻ്റെ ആണെന്ന് പറയുക. ഇത് രണ്ടും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡിസ്പ്ലേ കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ ഇതിൻ്റെ കേസ്. ഇനി നമുക്ക് അടച്ചു വെക്കാം. നേരെ തിരിച്ച് ഇത് ഈ ഒരു പോർഷൻ നോക്കുക, ഇതിലോട്ട് ജസ്റ്റ് ഓക്കെ. അപ്പം ജസ്റ്റ് ഇത് നോക്കി നിങ്ങൾ വെക്കുക, ജസ്റ്റ് അങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് CD ഡ്രൈവ് എടുത്ത് ഇൻസെർട്ട് ചെയ്യാം. ഓക്കെ, ആയിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഓരോരോ ലോക്കായിട്ട് അങ്ങനെ വീണോളും. ഇത് ജസ്റ്റ് നേരെ ആക്കുക. നമ്മളൊന്നുകൂടെ നേരെ ആക്കിയിട്ട് ഞെക്കി കൊടുക്കുക. ഓരോരോ ലോക്ക് വീഴുമ്പോഴും ഒരു സൗണ്ട് കേൾക്കുന്നതാണ്. ഓൾമോസ്റ്റ് അത് ഓക്കെ ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ അടച്ചു വെക്കുക. നമ്മളെല്ലാ ലോക്കും ജസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, എല്ലാ ലോക്കും ജസ്റ്റ് മുറുക്കിയിട്ട് എല്ലാ ലോക്കും 1 by 1 ആയിട്ട് മുറുക്കിയിട്ട് തിരിച്ച് ബാറ്ററി ഇൻസെർട്ട് ചെയ്താൽ മതി. നമ്മൾ ഫുൾ സ്ക്രൂ ലോക്ക് ചെയ്യുക.